ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പോൾ എല്ലാ ഇൻവെസ്റ്റേഴ്സും 3 ഓഗസ്റ്റ് 2026 മുമ്പായിട്ട് ഈ ഒരു മാർക്കറ്റ് അപ്ഡേറ്റ് ഇവിടെ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ 2026 ഓഗസ്റ്റ് 3 തൊട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ക്ലോസിംഗ് പ്രോസസ്സ് മാറാൻ പോവാണ്. ഇപ്പോൾ 200-ലധികം FNO എനേബിൾഡ് സ്റ്റോക്സിന്റെ ക്ലോസിംഗ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഇവിടെ റിവൈസ് ചെയ്യും. അതേസമയത്ത് എല്ലാ FNO കോൺട്രാക്ട്സിനെയും ട്രേഡിംഗ് അവേഴ്സ് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പുതിയ ക്ലോസിംഗ് ഓപ്ഷൻ സെക്ഷൻ CAS ലോഞ്ച് ചെയ്തുകൊണ്ടാണ്. സോ എക്സാക്ട്ലി എന്താണ് ഇവിടെ മാറാൻ പോകുന്നത്, അതിൽ എന്ത് ഇമ്പാക്റ്റ് ആയിരിക്കും ഇതിനുണ്ടാവുക? അപ്പൊ നമുക്കിതൊന്ന് സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങളിപ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് കോൺട്രാക്ട്സ് ഇല്ലാത്തൊരു സ്റ്റോക്കിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മാറ്റം ഒന്നും ഇവിടെ ഉണ്ടാവുന്നതായിരിക്കില്ല. അപ്പൊ ഈ ഒരു സ്റ്റോക്സിൽ റെഗുലർ ട്രേഡിംഗ് 3:30 PM വരെ ഇവിടെ തുടരും. അതിൽ നിലവിൽ ക്ലോസിംഗ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ മാറ്റമൊന്നുമില്ല. നിങ്ങളിപ്പോൾ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ്, സ്റ്റോക്ക് ഓപ്ഷൻസ്, ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ ഇൻഡെക്സ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്ന ട്രേഡിംഗ് അവേഴ്സ് 10 മിനിറ്റ്സ് കൂടി ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യും. സോ FNO മാർക്കറ്റ് ഇപ്പോൾ 3:30 PM പകരം 3:40 PM വരെ ഇവിടെ ഓപ്പൺ ആയിരിക്കും. ഏറ്റവും വലിയ മാറ്റം FNO എനേബിൾഡ് സ്റ്റോക്സിലായിരിക്കും. അപ്പോൾ ഈ സ്റ്റോക്സിൽ റെഗുലർ ക്യാഷ് മാർക്കറ്റ് ട്രേഡിംഗ് 3:50 PM അവസാനിക്കും. അപ്പോൾ 3:50 PM ശേഷം ഈ ഒരു സ്റ്റോക്ക് ക്ലോസിംഗ് ഓപ്ഷൻ സെക്ഷനിലേക്ക് ഇവിടെ കയറും. അപ്പോൾ ഇത് 3:30 PM വരെ ഇവിടെ കണ്ടിന്യൂ ചെയ്യും. CAS ക്യാഷ് മാർക്കറ്റ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നില്ലെങ്കിലും ഡെലിവറി, ഇൻട്രാഡേ, MTF ഓർഡേഴ്സിന് ഇത് ബാധിക്കും. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ക്ലോസിംഗ് പ്രൈസ് ഇമ്പോർട്ടന്റ് എന്ന്. ഇപ്പോൾ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്യുമ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു നമ്പർ മാത്രമല്ല, ഇത് നിഫ്റ്റി അതുപോലെ സെൻസെക്സ് പോലത്തെ ഇൻഡീസസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മ്യൂച്വൽ ഫണ്ട് NAVs, ഡെറിവേറ്റീവ് സെറ്റിൽമെന്റ്സ്, പോർട്ട്ഫോളിയോ വാല്യൂ, P&L അതുപോലെ പ്ലസ് സ്റ്റോക്സിന്റെ കൊളാറ്ററൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി മാറുന്നത് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന സ്റ്റോക്ക് പ്രൈസിൽ മാത്രമല്ല, അതിനേക്കാളും വലിയ ഇമ്പാക്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാക്കും. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവിടെ ക്ലോസിംഗ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സ്റ്റോക്കിന്റെ ക്ലോസിംഗ് പ്രൈസും ലാസ്റ്റ് ട്രേഡഡ് പ്രൈസും മിക്കപ്പോഴും ഇവിടെ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോൾ LTP ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആ ദിവസത്തെ അവസാനത്തെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത പ്രൈസ് മാത്രമാണ്. എന്നാൽ ഇവിടെ ഒഫീഷ്യൽ ക്ലോസിംഗ് പ്രൈസ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 3 PM മുതൽ 3:30 PM വരെ എക്സിക്യൂട്ട് ചെയ്ത എല്ലാ ട്രേഡ്സിന്റെയും വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് വെച്ചാണ്. VWAP ഒരു ആവറേജ് പ്രൈസ് ആണ്. എന്നാൽ കൂടുതൽ ഷെയർസ് ട്രേഡ് ചെയ്ത പ്രൈസ് ആണ് കാൽക്കുലേഷൻ കൂടുതൽ വെയിറ്റ് കൊടുക്കുന്നത്. അപ്പൊ നമുക്കിതൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് നോക്കാം. സപ്പോസ് 900 ഷെയർസ് 100 രൂപയ്ക്ക് ട്രേഡ് ചെയ്തെന്ന് വിചാരിക്കാം. പിന്നെ ആ ദിവസം അവസാനം 100 ഷെയർസ് 110 രൂപയിൽ ട്രേഡ് ചെയ്തു. അപ്പൊ ഇവിടെ LTP 110 രൂപയായിരിക്കും, കാരണം അവസാനത്തെ ട്രേഡ് നടന്ന് 110 രൂപയിലായിരുന്നു. എന്നാൽ ഇവിടെ കൂടുതൽ ഷെയർസ് 100 രൂപയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ട് VWAP ഒഫീഷ്യൽ ക്ലോസിംഗ് പ്രൈസും ഏകദേശം 101 രൂപയായിരിക്കും. അതുകൊണ്ടാണ് LTPയും ഒഫീഷ്യൽ ക്ലോസിംഗ് പ്രൈസും ഇവിടെ ഡിഫറെന്റ് ആവുന്നത്. ഇനിയിപ്പം ഓഗസ്റ്റ് 3 മുതൽ FNO എനേബിൾ സ്റ്റോക്സിൽ അവസാനത്തെ 30 മിനിറ്റ്സിന് VWAP നേരിട്ട് ക്ലോസിംഗ് പ്രൈസ് ആയിട്ട് യൂസ് ചെയ്യില്ല. അപ്പോൾ ക്ലോസിംഗ് പ്രൈസ് ക്ലോസിംഗ് ഓപ്ഷൻ സെക്ഷൻ വഴിയായിരിക്കും ഇപ്പോൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ ടൈം ലൈന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ 3 PM മുതൽ 3:15 PM വരെ FNO എനേബിൾ സ്റ്റോക്സ് ഇന്നത്തെ പോലെ തന്നെ നോർമൽ ട്രേഡിംഗിലായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പീരീഡിൽ റെഗുലർ മാർക്കറ്റിലെ പോലെ തന്നെ ഓർഡേഴ്സ് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. 3:15 PM ആകുമ്പോൾ റെഗുലർ കണ്ടിന്യൂസ് ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോൾ കറന്റ് സിസ്റ്റത്തിൽ 3 PM മുതൽ 3:30 PM വരെ നടക്കുന്ന ട്രേഡിന്റെ VWAP ആണ് ഒഫീഷ്യൽ ക്ലോസിംഗ് പ്രൈസ് ആയിട്ട് കണക്കാക്കുന്നത്. എന്നാൽ പുതിയ സിസ്റ്റത്തിൽ 3 PM മുതൽ 3:15 PM വരെ എക്സിക്യൂട്ട് ചെയ്ത ട്രേഡ്സ് മാത്രം യൂസ് ചെയ്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ VWAP ഫൈനൽ ക്ലോസിംഗ് പ്രൈസ് ആയിരിക്കില്ല, പകരം ഇത് ഓപ്ഷന്റെ റെഫറൻസ് പ്രൈസ് ആയിട്ട് മാത്രം യൂസ് ചെയ്യും. അതിനുശേഷം ഈ റെഫറൻസ് പ്രൈസിനെ ബേസ് ചെയ്ത് +or-3% പ്രൈസ് ബാൻഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ 3:50 PM മുതൽ 3:20 PM വരെ മാർക്കറ്റ് ക്ലോസിംഗ് ഓപ്ഷൻ സെക്ഷനിലേക്ക് മാറും. അപ്പോൾ ഈ ഒരു 5 മിനിറ്റ് പീരീഡിൽ പുതിയ ഓർഡേഴ്സ് ഒന്നുകൂടി പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ചില എലിജിബിൾ പെൻഡിങ് ഓർഡേഴ്സ് ക്ലോസിംഗ് ഓപ്ഷൻ സെക്ഷനിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. എന്നാൽ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ്, ഡിസ്ക്ലോസ് ക്വാണ്ടിറ്റി ഓർഡേഴ്സ്, ഐസ്ബർഗ് ഓർഡേഴ്സ്, അതിൽ CAS പ്രൈസ് ബാൻഡിന് പുറത്ത് പ്ലേസ് ചെയ്ത ഓർഡേഴ്സ് ഒന്നും ഓപ്ഷൻ സെക്ഷനിലേക്ക് ഇവിടെ ക്യാരി ഫോർവേഡ് ആകില്ല. ഇവിടെ 3:20 PM മുതൽ 3:25 PM ഇടയ്ക്ക് ട്രേഡേഴ്സിന് മാർക്കറ്റ് ഓർഡേഴ്സും ലിമിറ്റ് ഓർഡേഴ്സ് രണ്ടും ഇവിടെ പ്ലേസ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. പക്ഷേ നോർമൽ ട്രേഡിംഗിലെ പോലെ ഓർഡേഴ്സ് പെട്ടെന്ന് എക്സിക്യൂട്ട് ആവില്ല. അപ്പോൾ ഈ ഒരു പീരീഡിൽ എക്സ്ചേഞ്ച് ബൈ ഓർഡേഴ്സും സെൽ ഓർഡേഴ്സും കളക്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുക. 3:25 PM കഴിഞ്ഞാൽ ലിമിറ്റ് ഓർഡേഴ്സ് മാത്രമേ പ്ലേസ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനും പറ്റുള്ളൂ. ഇവിടെ നേരത്തെ പ്ലേസ് ചെയ്ത മാർക്കറ്റ് ഓർഡേഴ്സ് ലോക്ക് ആവും. അത് പിന്നെ മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനോ ആയിട്ട് പറ്റില്ല. ഓർഡർ എൻട്രി വിൻഡോ 3:28 PM 3:30 PM ഇടയിലായിരിക്കും ഏതെങ്കിലും ഒരു റാൻഡം ടൈമിൽ ക്ലോസ് ആവും. അപ്പോൾ എക്സാക്ട് ടൈം എപ്പോഴായിരിക്കും എന്നുള്ളത് നമുക്ക് ട്രേഡേഴ്സിന് മുൻകൂട്ടി അറിയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് സെക്കൻഡിൽ വലിയ അളവിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നതും മോഡിഫൈ ചെയ്യുന്നതും തടയാനായിട്ടാണ്. അപ്പോൾ ഈ ഒരു പീരീഡിലും എക്സ്ചേഞ്ച് ഓർഡേഴ്സ് കളക്ട് ചെയ്യുക മാത്രമേ ഇവിടെ ചെയ്യുള്ളൂ. ഓർഡേഴ്സ് അപ്പോഴും എക്സിക്യൂട്ട് ആവില്ല. ഇവിടെ 3:30 PM മുതൽ 3:35 PM വരെ മാക്സിമം ഷെയർസ് ട്രേഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സിംഗിൾ കോമൺ പ്രൈസ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇതിനെ ഇക്വിലിബ്രിയം പ്രൈസ് എന്നാണ് പറയുന്നത്.
ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 99 രൂപയിൽ 300 ഷെയർസ് മാച്ച് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. 100 രൂപയിൽ 900 ഷെയർസ് മാച്ച് ചെയ്യാൻ പറ്റും. 101 രൂപയിൽ 700 ഷെയർസ് മാച്ച് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സ്ചേഞ്ച് 100 രൂപ ഇവിടെ സെലക്ട് ചെയ്യും. കാരണം ഏറ്റവും കൂടുതൽ ഷെയർസ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്ന ആ പ്രൈസിലാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിൽ മാച്ച് ആകാൻ എലിജിബിൾ ആയ ഓർഡേഴ്സ് എല്ലാം 100 രൂപയിൽ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ഇവിടെ 100 രൂപ ആ ഒരു സ്റ്റോക്കിന്റെ ഒഫീഷ്യൽ ക്ലോസിംഗ് പ്രൈസ് ആയിട്ട് ഇവിടെ മാറും. പക്ഷെ ഇതുകൊണ്ട് എല്ലാ ഓർഡേഴ്സും എക്സിക്യൂട്ട് ആകും എന്നല്ല ഇതിന്റെ അർത്ഥം. ഇപ്പം ഒരു ലിമിറ്റോട് ഫൈനൽ ഇക്വിലിബ്രിയം പ്രൈസ് മാച്ച് ആകാൻ എലിജിബിൾ അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ആകാതെ ഇവിടെ ബാക്കി നിൽക്കാം. ഇപ്പം സെയിം മാക്സിമം ക്വാണ്ടിറ്റി 2 ഡിഫറെന്റ് പ്രൈസിൽ ട്രേഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എക്സ്ചേഞ്ച് ആദ്യം ബൈ ക്വാണ്ടിറ്റിയും സെൽ ക്വാണ്ടിറ്റിയും തമ്മിൽ ഏറ്റവും കുറവ് ഇംബാലൻസ് ഉള്ള പ്രൈസ് സെലക്ട് ചെയ്യും. അതിനുശേഷം ടൈ ഉണ്ടെങ്കിൽ റെഫറൻസ് പ്രൈസിനോട് ഏറ്റവും അടുത്തുള്ള പ്രൈസ് എക്സ്ചേഞ്ച് ഇവിടെ സെലക്ട് ചെയ്യും. എന്നാൽ ഒരു ഇക്വിലിബ്രിയം പ്രൈസ് ഇവിടെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത റെഫറൻസ് പ്രൈസിനെ ഒഫീഷ്യൽ ക്ലോസിംഗ് പ്രൈസ് ആയിട്ട് ഇവിടെ കണക്കാക്കും. ഇനി നമുക്ക് നോക്കാം ക്ലോസിംഗ് ഓപ്ഷൻ സെക്ഷൻ എങ്ങനെയാണ് റെഗുലർ ട്രേഡിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. ഇപ്പൊ നോർമൽ ട്രേഡിൽ ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും പ്രൈസ് മാച്ച് ആകുമ്പോൾ തന്നെ ഇവിടെ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആകും. എന്നാൽ CS ആദ്യം എല്ലാ ഓർഡേഴ്സും കളക്ട് ചെയ്യും. എന്നിട്ട് എല്ലാ ഓർഡേഴ്സും ഒരു സിംഗിൾ കോമൺ പ്രൈസിലൂടെ മാച്ച് ചെയ്യും. അപ്പൊ ഈ ഒരു പ്രോസസ് പ്രീ ഓപ്പൺ സെക്ഷൻ പോലെ തന്നെയാണ്. പ്രീ ഓപ്പൺ സെക്ഷനിൽ റെഗുലർ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുമ്പ് ഓർഡേഴ്സ് കളക്ട് ചെയ്യും. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഷെയർസ് ട്രേഡ് ചെയ്യാൻ കഴിയുന്ന പ്രൈസ് എക്സ്ചേഞ്ച് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ആ പ്രൈസ് ആണ് സ്റ്റോക്കിന്റെ ഓപ്പണിംഗ് പ്രൈസ് ഇവിടെ ആകുന്നത്. അതുപോലെ തന്നെ CASും ട്രേഡിംഗ് ഡേ എൻഡ് ചെയ്യുമ്പോൾ ഒഫീഷ്യൽ ക്ലോസിംഗ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഈ ഒരു പ്രോസസ് യൂസ് ചെയ്യും. സോ ഓവറോൾ ഇവിടെ ഓഗസ്റ്റ് 3 മുതൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന രീതിയിൽ മാത്രമല്ല മാറ്റം വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓർഡേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലും ഇവിടെ മാറ്റം വരും. FNO എനേബിൾ സ്റ്റോക്സിൽ ഗ്രോയിന്റെ ഇൻട്രാഡേ MIS പൊസിഷൻസ് ഓട്ടോ സ്ക്വയർ ഓഫ് രൂപം 3:20 PM പകരം 3:05 PM മുതൽ ഇവിടെ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻട്രാഡേ ട്രേഡേഴ്സ് പൊസിഷൻസ് കുറച്ച് നേരത്തെ തന്നെ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. കൂടാതെ 3:15 PM കഴിഞ്ഞ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ക്ലോസിംഗ് ഓപ്ഷൻ സെക്ഷനിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഗ്രോയിൽ GTT, OCO, ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എല്ലാം 3:15 PM മുതൽ 3:30 PM വരെ സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ FNO എനേബിൾ സ്റ്റോക്സിൽ ഡെലിവറി, ഇൻട്രാഡേ, MTF അല്ലെങ്കിൽ അഡ്വാൻസ് ഓർഡർ ടൈപ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോക്കും ഇൻഡെക്സ് FNOയും ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ മാർക്കറ്റ് ക്ലോസിംഗ് ടൈംസും ഓർഡർ റെസ്ട്രിക്ഷൻ മനസ്സിൽ വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യണം. ഓവറോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 3 മുതൽ മാർക്കറ്റ് ക്ലോസിംഗ് പ്രോസസ്സ് കുറച്ച് വ്യത്യസ്തമായിരിക്കും. പക്ഷേ ബേസിക് ചേഞ്ച് വളരെ ഇവിടെ സിമ്പിൾ ആണ്. FNO എനേബിൾ സ്റ്റോക്സിൽ ഒഫീഷ്യൽ ക്ലോസിംഗ് പ്രൈസിന് ലാസ്റ്റ് 30 മിനിറ്റ്സിന് VWAP അടിസ്ഥാനമാക്കി ഇവിടെ തീരുമാനിക്കില്ല. പകരം ക്ലോസിംഗ് ഓപ്ഷൻ സെക്ഷൻ വഴിയാണ് ഒഫീഷ്യൽ ക്ലോസിംഗ് പ്രൈസ് ഇവിടെ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്കും ഇൻഡെക്സ് FNO കോൺട്രാക്ട്സും ഇനി 3:40 PM വരെ ഇവിടെ ട്രേഡ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഡെലിവറി, ഇൻട്രാഡേ, MTF അല്ലെങ്കിൽ FNO ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ മാർക്കറ്റ് ക്ലോസിംഗ് ടൈംസും ഓർഡർ റൂൾസും തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കണം. സോ നിങ്ങൾക്ക് ഇതുപോലുള്ള മാർക്കറ്റ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഗ്രോ മലയാളം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. കൂടാതെ ഈ ഒരു CS റൂൾ ചേഞ്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി.